Hi friends, welcome to Legaldais. ഈ വീഡിയോയിൽ നമ്മൾ കോമൺ ലോ റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ബാലൻസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് ഇതിന് മുന്നത്തെ ഉള്ള വീഡിയോസിൽ നമ്മൾ ടോർഷ്യസ് ലയബിലിറ്റിയുടെ പോയിൻറ്റ്സ് പറഞ്ഞിരുന്നു. ആൻഡ് 4 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. 4ാമത്തെ പോയിൻറ്റിൽ വരുന്നതാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റിയും അബ്സല്യൂട്ട് ലയബിലിറ്റിയും. അതിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ അബ്സല്യൂട്ട് ലയബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഈ റൂൾ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്, ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് പ്രൊപ്പോണ്ട് ചെയ്തത്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ് ടു പ്രൊവൈഡ് എ ലോ ടു അഫോർഡ് ദ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ഒരു സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രസൻറ്റ് ഡേ ഇക്കോണമി ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ അല്ലാത്തത്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലാത്തത് കൊണ്ടാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി പ്രൊപ്പോണ്ട് ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു റൂള് കൊണ്ടുവന്നത് എന്തിനാണ്? ഇസ് ടു പ്രൊവൈഡ് എ ലോ ടു അഫോർഡ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ചേഞ്ച് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ ലോയ്ക്കും അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കണം. സോഷ്യോ എക്കണോമിക് നോംസ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ലോയും അതിൻ്റെ ആ ഒരു ലെവലിലേക്ക് തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പാസ്റ്റിലുള്ളൊരു ലോ നമ്മുടെ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റുമായിട്ട് ഫിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യണം? പുതിയൊരു നിയമം ഇവോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റൂൾ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി വരുന്നത്. The rule of absolute liability propounded by the Supreme Court is an extension of the rule in Ryland versus Fletcher. The rule of absolute liability was propounded while deciding the case MC Mehtha versus Union of India. ഈ നമ്മൾ പറഞ്ഞായിരുന്നു സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നൊരു റൂള് വന്നത് ഏത് കേസിലൂടെയാണ്? റൈലൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്നൊരു കേസിലൂടെയാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമുക്ക് ഈ അബ്സല്യൂട്ട് ലയബിലിറ്റിയെ കാണാൻ പറ്റുന്നത്. ഈ ഒരു അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന റൂള് സുപ്രീം കോടതി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഏത് കേസിലൂടെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MC Mehtha വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസിലൂടെയാണ് ഇത് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഈ MC Mehtയുടെ ഒരുപാട് കേസുകളുണ്ട്. എൻവയോൺമെൻറ്റൽ ലോയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും PIL ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് MC Mehtയുടെ കേസുകൾ പഠിക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇയറും കൂടെ നോക്കി വെക്കുക, എന്നാൽ ഏത് പർട്ടിക്കുലർ കേസാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ MC Mehtha വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ് 1987 കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ ഒലിയം ഗ്യാസ് ലീക്കേജ് കേസിൻ്റെ ആരെയാണ് പറയുന്നത്? ആ കേസിൻ്റെ ഫാക്റ്റ് നമുക്കൊന്ന് നോക്കാം. 1985 ഡിസംബർ 4 ഡിസംബർ 6 ഒരു ഈ ഡൽഹി സിറ്റിയിലുണ്ടായിരുന്ന ശ്രീറാം ഫുഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ഒലിയം ഗ്യാസ് ലീക്കായി. ഈ പറയുന്ന ഡേറ്റിൽ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഈ ഒരു ലീക്കേജിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് ഹസാരി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡ്വക്കേറ്റും അതുപോലെ തന്നെ മറ്റൊരുപാട് ആൾക്കാരും അഫക്റ്റഡ് ആയി ഈ ഒരു ലീക്കേജ് കാരണം. ഇവിടെ ദ ആക്ഷൻ ഫോർ കോമ്പൻസേഷൻ വാസ് ബ്രോട്ട് ത്രൂ എ റിട്ട് പെറ്റീഷൻ അണ്ടർ ആർട്ടിക്കിൾ 32 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി മൂലം. അത് ആർട്ടിക്കിൾ 32 വഴിയാണ് നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 32 റിട്ട് പെറ്റീഷൻ പറയുന്നുണ്ട്. ഇപ്പം ഈ റിട്ട് പെറ്റീഷൻ PIL വഴി ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു, എന്നിട്ട് കോമ്പൻസേഷൻ വേണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ it was in the mind of the court that just a year earlier there was a disaster in Bhopal when MIC gas had leaked from one of the plants belonging to Union Carbide, resulting in death of at least 2,500 persons and creating various kinds of ailments, generally serious to lack of others. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ നമ്മളൊരു കേസ് പറഞ്ഞില്ലേ, ഈ കേസ് നടന്ന് PIL ഇതുപോലെ ആർട്ടിക്കിൾ 32 വഴി റിട്ട് ഫയൽ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് കോടതിയുടെ മൈൻഡിലൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇതിന് മുന്നേ ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരു വർഷം മുന്നേ തന്നെ
ഭോപ്പാലിൽ ഇതുപോലെ MIC ഗ്യാസ് ലീക്കായിട്ട് അവിടെ യൂണിയൻ കാർബൈഡിൻ്റെ ആ യൂണിയൻ കാർബൈഡിന് ബിലോങ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. ആ ഒരു പ്ലാന്റിൽ നിന്നാണ് ഈ MIC ഗ്യാസ് ലീക്കായത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഒരു 2500 ആൾക്കാരോളം ആ സമയത്ത് മരിച്ചിരുന്നു. എന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് പലതരത്തിലുള്ള എയിൽമെൻറ്റ്സും കോസ് ചെയ്തിട്ടുണ്ട്. ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതുമൂലം ബാധിക്കപ്പെട്ടായിരുന്നു. അപ്പോൾ കോടതി എന്ത് ചെയ്തു, ആ ലീക്കേജിൻ്റെ ആ ഒരു ഡേഞ്ചറസ് സബ്സ്റ്റൻസിൻ്റെ ലീക്കേജ് മൂലം വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി അനുസരിച്ച് റിലീഫ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. റൈലൻഡ് വേഴ്സസ് ഫ്ലെച്ചർ വെച്ചിട്ട് പറ്റിയില്ല. അതാണ് പറയുന്നത്. കോർട്ട് ഫൗണ്ട് ദാറ്റ് വിക്ടിം ഓഫ് ദ ലീക്ക് ഓഫ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ലൈക്ക് ദാറ്റ് കുഡ് നോട്ട് ബി പ്രൊവൈഡഡ് റിലീഫ് ബൈ അപ്ലൈയിങ് ദ റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി ലേ ഡൗൺ ഇൻ റൈലൻഡ് വേഴ്സസ് ഫ്ലെച്ചർ. റൈലൻഡ് വേഴ്സസ് ഫ്ലെച്ചറിൽ പറഞ്ഞ അനുസരിച്ച് റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി അപ്ലൈ ചെയ്ത് ഈ ഇത്രയും ആൾക്കാർക്കും റിലീഫ് കൊടുക്കാനായിട്ട് പറ്റത്തില്ലെന്നാണ് കോടതി ആ സമയത്ത് കണ്ടെത്തിയത്. അപ്പം ദിസ് വാസ് സോ മെയിൻലി ബിക്കോസ് ദ വേരിയസ് എക്സെപ്ഷൻസ് ടു ദാറ്റ് റൂൾ വെയർ ബൈ ദ ഡിഫൻഡൻറ്റ് കുഡ് അവോയ്ഡ് ഹിസ് ലയബിലിറ്റി. കാര്യം എന്താണ്, ഈ നമ്മൾ പറഞ്ഞ സ്ട്രിക്റ്റ് ലയബിലിറ്റിക്കകത്ത് കുറച്ച് എന്തുണ്ടായിരുന്നു, എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ എക്സെപ്ഷൻസ് കാരണം തന്നെ ഇവർക്ക് ഇവിടെ ഇയാളുടെ ലയബിലിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് ഡിഫൻഡൻറ്റിന് പറ്റി. For instance, when the escape of gas was due to the act of a stranger or act of God, the defendant was not liable under the rule. കാര്യം ആ റൂളിൻ്റെ അകത്ത് നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞായിരുന്നു ആക്ട് ഓഫ് ഗോഡോ അല്ലെങ്കിൽ ആക്ട് ഓഫ് തേർഡ് പാർട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അയാൾക്കൊരു ഡിഫൻസായിട്ട് എടുക്കാം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഡിഫൻസ് വെച്ചിട്ട് ഇവിടെ ഈ ഗ്യാസിൻ്റെ എസ്കേപ്പ് അങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ എന്ത് പറ്റും, ഇവരുടെ ലയബിലിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് അവിടെ നടന്നത്. അപ്പം അത് നമ്മൾ ഭോപ്പാൽ ഒരു കേസിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞു, സുപ്രീം കോടതി ഹെൽഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ബൗണ്ട് ബൈ ദി ഇംഗ്ലീഷ് ലോ ഫോർമുലേറ്റഡ് in a different context in 19th century and evolved a new rule, the rule of absolute liability. അപ്പം ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഒരു 6 എക്സെപ്ഷൻസ് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഭോപ്പാൽ ഗ്യാസ് ലീക്കേജിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും ആ ഡിഫൻഡൻ്റ് അവിടെ ലയബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ആയതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേസിൻ്റെ, അതായത് ഈ MC മേത്തയുടെ കേസിൻ്റെ അകത്ത് കോടതി പറഞ്ഞതാണ് ഈ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് റൈലൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന ഒരു കേസിലൂടെ വന്ന റൂളാണല്ലോ. അത് ഇംഗ്ലണ്ടിലെ ഏതോ 19th സെഞ്ച്വറിയിൽ വന്നൊരു കേസാണ്. അതും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പുതിയ കോണ്ടെക്സ്റ്റിന് പുതിയ റൂളിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന റൂള് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് റൂൾ, when an enterprise is engaged in a hazardous or inherently dangerous industry which possesses a potential threat to the health and safety of persons, it owes an absolute and non-delegable duty to ensure that no harm result to anyone due to such activity. The enterprise must be absolutely liable to compensate for such harm and should not be allowed to avoid liability by pleading that it was not negligent. It was further held that the rule of absolute liability is not subject to any of the exceptions to the rule in Ryland versus Fletcher. ഇവിടെ എന്താ പറഞ്ഞത്, ഈ റൂള് പ്രകാരം ഏതെങ്കിലും ഒരു എൻ്റർപ്രൈസ് എന്തെങ്കിലും ഹസാഡസോ അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയുമായിട്ട് അങ്ങനെ ഒരു ഇതിലേക്കാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും മറ്റാൾക്കാരുടെ സേഫ്റ്റിക്കും ഹെൽത്തിനും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു അബ്സല്യൂട്ടായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആ ഒരു ഡ്യൂട്ടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഡ്യൂട്ടി അവർക്കുണ്ട്. ആ ഒരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഇവരുടെ ഈ ആക്ടിവിറ്റി മൂലം ഒരു ഹാമും ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ഹാം വന്നാൽ തന്നെ ഇവർ അബ്സല്യൂട്ട്ലി അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ലയബിൾ ആകും. അവർക്ക് ഒരു തരത്തിലും ലയബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും പ്ലീഡ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ ലയബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ അബ്സല്യൂട്ട് ലയബിലിറ്റിയുടെ റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും റൈലൻ വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറയുന്ന റൂളിൻ്റെ അകത്ത് വന്ന എക്സെപ്ഷൻസ് ഇതിന് സബ്ജക്റ്റഡ് ആകില്ല. അബ്സല്യൂട്ട് ലയബിലിറ്റി സബ്ജക്റ്റഡ് ആകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6 എക്സെപ്ഷൻസ് പറഞ്ഞില്ലേ, ആ ഒരു 6 എക്സെപ്ഷൻസ് ഇവിടെ അബ്സല്യൂട്ട് ലയബിലിറ്റിയുടെ കേസിൽ ആപ്ലിക്കബിൾ അല്ല. അതായത് അബ്സല്യൂട്ട് ആയിരിക്കും അവരുടെ ലയബിലിറ്റി, അവർക്ക് ഒരു തരത്തിലും അതിൽ നിന്നും മാറാൻ പറ്റത്തില്ല. അപ്പോൾ since the payment of compensation could be awarded by the filing of a suit in an ordinary court rather than through a writ petition, the Supreme Court directed that these organizations who had filed this petition may file actions on behalf of the sufferers of the leakage of oleum gas in appropriate court within 2 months and claim compensation on their behalf. അപ്പോൾ ഈ ഒരു കേസിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ഫാക്ട് പറഞ്ഞു, സ്ട്രിക്റ്റ് ലയബിലിറ്റി റൂൾ ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അബ്സല്യൂട്ട് ലയബിലിറ്റി പറഞ്ഞു. അതിൻ്റെ സ്ട്രിക്റ്റ് ലയബിലിറ്റിയുടെ എക്സെപ്ഷൻസ് ഇതിൽ ആപ്ലിക്കബിൾ ആകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. ഇവിടെ ഈ ഒരു കോമ്പൻസേഷൻ അവോയ്ഡ് ചെയ്യുന്നത് എപ്പോഴാണ്? റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷൻ കിട്ടത്തില്ല, പകരം അതിന് ഓർഡിനറി കോർട്ടിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ കോമ്പൻസേഷൻ്റെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ പേയ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? ഈ PIL ഫയൽ ചെയ്ത ഓർഗനൈസേഷൻസിനോട് പറഞ്ഞു, ഈ ഒലിയം ഗ്യാസ് ലീക്കേജ് കാരണം ബുദ്ധിമുട്ടിയ ആൾക്കാർ, ആ വിക്ടിംസിൻ്റെ ബിഹാഫിൽ ഓർഡിനറി കോർട്സിൽ, അതായത് അവരുടെ അപ്രോപ്രിയേറ്റ് കോടതികളിൽ, ഇപ്പോൾ റിട്ട് പോയിരിക്കുന്നത് സുപ്രീം കോടതിയിലാണല്ലോ, അപ്പോൾ അപ്രോപ്രിയേറ്റ് കോടതികളിൽ വിത്തിൻ 2 months സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കണം എന്നും കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തിരിക്കണം എന്നും കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. ഇതാണ് നമ്മുടെ MC മേത്ത കേസിനകത്ത് പറഞ്ഞ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കേസുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഫോർ എൻവിറോ ലീഗൽ ആക്ഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. അതിൻ്റെ അകത്ത് ഹാസ് വൺസ് അഗെയിൻ റീഇറ്ററേറ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി ആൻഡ് ഹാസ് ഹെൽഡ് ദാറ്റ് റൂൾ ലേ ഡൗൺ ഇൻ റൈലൻ വേഴ്സസ് ഫ്ലെച്ചർ വിച്ച് ഈസ് സബ്ജക്ട് ടു സർട്ടൻ എക്സെപ്ഷൻസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യൻ കണ്ടീഷൻസ് ആൻഡ് ഹെൻസ് നോട്ട് ആപ്ലിക്കബിൾ. ഈ പറഞ്ഞ ഇന്ത്യൻ കൗൺസിൽ ഫോർ എൻവിറോ ലീഗൽ ആക്ഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലും സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. അബ്സല്യൂട്ട് ലയബിലിറ്റി റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. റൈലൻ വേഴ്സസ് ഫ്ലെച്ചറിൽ വന്ന സ്ട്രിക്റ്റ് ലയബിലിറ്റി റൂൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിനകത്തുള്ള ഒരു എക്സെപ്ഷൻസും നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് ബാധകമല്ലാണെന്നും അത് ആപ്ലിക്കബിൾ അല്ല എന്നും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ലോ റെമഡീസ് എന്ന് പറയുന്നത്, ഈ കോമൺ ലോ റെമഡീസ് പ്രകാരം ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഫോർ ഇവോൾവിങ് ന്യൂ പ്രിൻസിപ്പിൾസ് സ്യൂട്ടിങ് ദ പ്രസൻറ്റ് ഡേ ഓർ എമേർജിങ് ന്യൂ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്. നമുക്ക് എന്ത് പറയാം? കോമൺ ലോ റെമഡീസ് എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് പറ്റുന്ന തരത്തിലുള്ള പുതിയ ലോസ് ഇവോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു കേസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1987 കേസ്. ഇതിത്രയാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി എന്താണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് കുറച്ച് കേസസും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.